സല്യൂട്ട് സുഹൃത്തുക്കളെ. വളരെ നല്ല രീതിയിൽ മതമൈത്രി നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കുഞ്ഞു കേരളം. എല്ലാ മതപരമായ ചടങ്ങുകളിലും മതഭേദമന്യേ സർവ്വ ആൾക്കാരും ചേർന്ന് പങ്കെടുത്ത് ആഘോഷമാക്കുന്ന ഒരു രീതി നമുക്കിടയിലുണ്ട്. ഇവിടെ കേരളത്തിൽ 53% ഹിന്ദു മതവിശ്വാസികളും 27-28% മുസ്ലിം മതവിശ്വാസികളും 19% അടുപ്പിച്ച് ക്രിസ്ത്യൻസും ബാക്കി ഉള്ളവര് മറ്റു മതവിഭാഗത്തിൽപ്പെട്ടവരും ഒക്കെ ഉണ്ടെന്നാണ് സ്റ്റാറ്റിസ്റ്റിക്സ് കാണിക്കുന്നതെങ്കിലും ഏത് ചടങ്ങാണെങ്കിലും, അതായത് ഓണമാണെങ്കിലും അല്ലെങ്കിൽ ക്രിസ്മസ് ആണെങ്കിലും പെരുന്നാളാണെങ്കിലും ഒക്കെ എല്ലാവരും കൂടെ ചേർന്ന് പങ്കെടുത്ത് അത് ഒരു ആഘോഷിക്കുന്ന ഒരു രീതിയാണ് കുട്ടിക്കാലം മുതൽ ഞാൻ കാണാറുള്ളത്. ഞാൻ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോട്ടൺ ഹിൽ സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള സെൻറ്റ് ജോസഫ്സ് പള്ളിയിൽ എല്ലാ പരീക്ഷ വരുമ്പോഴും അവിടെ പോയി മെഴുകുതിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് പരീക്ഷയ്ക്ക് പോകുന്നത്. അതൊരു വിശ്വാസമായിരുന്നു. അതുപോലെ യാത്ര ചെയ്യുമ്പോൾ കൊല്ലത്ത് അല്ലെങ്കിൽ നാഷണൽ ഹൈവേയിലൂടെ പോകുമ്പോൾ കടുവായിൽ പള്ളിയുടെ മുമ്പിൽ പണമിടുന്നത് ഒരു പതിവ് പരിപാടിയായിരുന്നു. ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരും അത് ചെയ്യാറുണ്ട്. ഭീമപ്പള്ളി ഉറൂസിന് പോവും, അവിടെ ചിലപ്പോൾ പോയി ചരടൊക്കെ ഓതിക്കെട്ടും. അങ്ങനെ വെട്ടുകാട്ട് പള്ളിയിൽ പോകും, അവിടെ ചെന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ എല്ലാ വിഭാഗത്തിലുള്ള അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ തൊഴുത് പ്രാർത്ഥിച്ച് ശ്രീനാരായണ ഗുരുദേവന്റെ വചനമായിട്ടുള്ള മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി, ഒരൊറ്റ ദൈവമേ ഉള്ളൂ എന്നൊക്കെയുള്ള വിശ്വാസത്തിൽ ജീവിച്ചിരുന്നതാണ് ഞാൻ. പക്ഷെ പോലീസിൽ കയറിയ പിന്നെയാണ് ഇതുപോലെ മതപരമായിട്ടുള്ള ചില സ്പർദ്ധകൾ കാണാനിട വരുന്നത്. പത്തനംതിട്ട ജില്ലയിൽ 2 പ്രധാനപ്പെട്ട സമ്മേളനങ്ങൾ, മതസമ്മേളനങ്ങൾ ഫെബ്രുവരി മാസം നടക്കാറുണ്ട്. അതിലൊന്ന് ചെറുകോൽപ്പുഴ, അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദു മതസമ്മേളനം എന്നാണ് അതിനെ പറയുന്നത്. വർഷങ്ങളായിട്ടുള്ളതാണ്. അപ്പോൾ പത്തനംതിട്ട ജില്ലയിലുള്ള ചെറുകോൽപ്പുഴയിലാണ് ഏറ്റവും വലിയ സമ്മേളനം നടക്കുന്നത്. 10,000 ആൾക്കാർ വരും. അതേ മാസം തന്നെ കോഴഞ്ചേരിയിലുള്ള മാരാമൺ പള്ളി, ആ പള്ളിയുടെ ഒരു കൺവെൻഷൻ, മാരാമൺ കൺവെൻഷൻ നടക്കും. അതും ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്ന ഒരു കൺവെൻഷനാണ്. 1800-കളുടെ അവസാനം അങ്ങോട്ട് തുടങ്ങിയതെന്ന് പറയപ്പെടുന്നു. എല്ലാ ക്രിസ്തീയ മതവിശ്വാസികളും അവിടെ വന്ന ഒരാഴ്ചത്തെ ഒരു സമ്മേളനമുണ്ട്. അത് പങ്കെടുത്തിട്ട് പോകാറുണ്ട്. വളരെ സമാധാനമായി നടക്കുന്ന ഈ 2 ചടങ്ങുകളും 1996-7 കാലഘട്ടത്തിൽ എന്തുകൊണ്ടോ ഒരു വ്യതിചലനമുണ്ടായി. അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. മാരാമൺ പള്ളി അതിനു മുമ്പിൽ കൂടെ പമ്പാ നദി ഒഴുകുന്നുണ്ട്. അപ്പോൾ ഫെബ്രുവരി മാസത്തിലാണ് അവരത് നടത്തുന്നത്. നദിയുടെ ഒഴുക്ക് വളരെയധികം കുറഞ്ഞിരിക്കും, മഴ കുറവായതുകൊണ്ട്. അപ്പോൾ മണൽത്തട്ടിലിരുന്ന് സമ്മേളിക്കാൻ സൗകര്യമുണ്ട് എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ കുറച്ച് നാൾ മുമ്പ്, ഒരു 80-കളുടെ അവസാനമോ 90-കളുടെ ആദ്യമോ ആണെന്ന് എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയില്ല, അവിടെ ഒരു ചെറിയ തിട്ട പോലെ കെട്ടി, ഒരു ഡാം എന്ന് പറയാൻ പറ്റില്ല, ഒരു തിട്ട പോലെ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അത് ചെയ്തത് സർക്കാർ തന്നെയാണ്, PWD വിഭാഗം തന്നെ ചെയ്തതാണ്. ഒരുപാട് വെള്ളത്തിന്റെ ഒഴുക്ക് ഇരച്ചി വരാതിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് തടയണ പോലെ നിർമ്മിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പൊ ആ തിട്ടയും കൂടെ ഉപയോഗിച്ചിട്ടുള്ള ഒരു പന്തലിട്ടിട്ടാണ് മാരാമൺ കൺവെൻഷൻ നടത്തുന്നത്. ഞാൻ SP ആയിരുന്ന സമയത്ത് 97 ഫെബ്രുവരി മാസം ആയപ്പോഴേക്കും ഒരു ചെറിയ ലഹള പൊട്ടിപ്പുറപ്പെട്ടു. ഹിന്ദു മഹാസമ്മേളനം വളരെ നല്ല രീതിയിൽ ഒരു പ്രശ്നവും ഇല്ലാതെ നടന്നു. പോലീസിന്റെ സാന്നിധ്യമേ അവിടെ കാര്യമായിട്ട് വേണ്ടി വന്നില്ല. ചുമ്മാ ഒന്ന് പോയി നിൽക്കുക, ഗതാഗത സൗകര്യം ചെയ്തു കൊടുക്കുക, അത്രയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മാരാമൺ കൺവെൻഷന്റെ സമയം വന്നപ്പോൾ പെട്ടെന്നൊരു പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടു. അത് എന്താണ്, പമ്പ നദീതട സംരക്ഷണ സമിതി എന്നോ മറ്റോ പറഞ്ഞിട്ടുള്ള ഒരു സമിതിയുടെ ആയിരുന്നു തുടക്കം. അതിന്റെ കൂട്ടത്തിലെ വിശ്വ ഹിന്ദു പരിഷത്ത് ചേർന്നു. പിന്നെ അതിനുശേഷം RSSകാർ ചേർന്നു. പിന്നെ BJP പാർട്ടി 82-83-ലൊക്കെ നിലയ്ക്കൽ ഒരു പ്രക്ഷോഭം നടത്തിയാണ് പാർട്ടിയുടെ പ്രസൻസ് കേരളത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നിലയ്ക്കൽ എന്ന് പറയുന്ന ശബരിമലയുടെ 20-23 കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലത്ത് ഒരു പള്ളി പണിയാൻ ഉദ്ദേശിച്ചപ്പോൾ അതിനെതിരെ പ്രതിഷേധം നടത്തിയിട്ടാണ് BJPയുടെ സാന്നിധ്യം കേരളത്തിലുണ്ടെന്ന് തെളിയിച്ച ഒരു പാർട്ടിയായിരുന്നു. അതിനുശേഷം ഇപ്പൊ 96-97 കാലഘട്ടങ്ങളിൽ കുറച്ചധികം ഒരു പ്രവർത്തനങ്ങളൊക്കെ വിശ്വ ഹിന്ദു പരിഷത്തും ഒക്കെ നടത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ മാരാമൺ കൺവെൻഷന്റെ സമയത്ത് പെട്ടെന്ന് ഒരു ദിവസം ഒരു പ്രക്ഷോഭവുമായിട്ട് അവർ വന്നിട്ട് അവർ പറഞ്ഞത്, ഈ ഡാം എന്ന് പറയുന്നത് അവിടെ നിർത്താൻ പാടില്ല,
മാരാമൺ കൺവെൻഷൻ നടത്തുന്നത് പമ്പാ നദിയുടെ ഒഴുക്ക് തടഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് അവിടെ നിന്ന് ആ ഡാം പൊളിച്ചു മാറ്റുകയും സമ്മേളന വേദി മാറ്റുകയും അവിടെ ഒരു ടെന്റ് അല്ലെങ്കിൽ അവിടെ ഒരു പന്തലിടാൻ സാധ്യമല്ല എന്നും പറഞ്ഞാണ്. അപ്പൊ അതിന് ഇത്രയും വർഷമായിട്ട് നടക്കുന്ന കാര്യം അതേ സ്ഥലത്ത് വരെ നടക്കുന്നത്, പെട്ടെന്ന് പമ്പാ നദിക്ക് എന്താ കുഴപ്പം പറ്റാൻ പോകുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്കൊന്നും വലിയ പ്രസക്തി ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നെങ്കിൽ പോലും അതൊക്കെ അവർ പറയുന്നത് ആറന്മുള വള്ളംകളി വരുന്ന സമയത്ത് പമ്പാ നദിയിലൂടെയാണല്ലോ ആറന്മുള കെട്ടുവെള്ളം ഭഗവാന്റെ വെള്ളമൊക്കെ പോകുന്നത്. അപ്പൊ ആ സമയത്ത് വെള്ളം അവിടെ കിട്ടില്ല, വെള്ളത്തിന്റെ ഒഴുക്ക് കുറയും, അതുകൊണ്ട് ഈ ഡാം പൊളിച്ചു മാറ്റണം, ഇവിടെ മാരാമൺ കൺവെൻഷൻ നടത്താൻ പാടില്ല എന്ന് പറഞ്ഞ് അവര് ഫെബ്രുവരിയുടെ ആദ്യം തൊട്ട് തന്നെ ഒരു ചെറിയതായിട്ടുള്ള രീതിയിൽ തുടങ്ങിയെങ്കിലും ഹിന്ദു സമ്മേളനം കഴിഞ്ഞപ്പോൾ, ചെറുകോൽപ്പുഴ സമ്മേളനം കഴിഞ്ഞപ്പോൾ കുറേ ആൾക്കാരവിടെ കൂടിയല്ലോ. അപ്പൊ അവരിൽ കുറെ പേര് വന്ന് മാരാമണിലും വന്ന് അടുത്ത് വന്നിട്ട് അവിടെ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും അവര് കെട്ടാൻ വരുന്ന, അതായത് ഈ പന്തല് കെട്ടാൻ വരുന്ന ആൾക്കാരെ പറഞ്ഞു വിടുകയും എന്നും പത്രസമ്മേളനങ്ങൾ നടത്തിയിട്ട് ഇതിനുള്ള പ്രശ്നങ്ങൾ പറയുകയും പമ്പയുടെ ഒഴുക്ക് അവിടെ ശബരിമലയില് മലിനമാക്കും, ഇവിടെയുള്ള സമ്മേളനത്തിൽ നിന്നുള്ള വേസ്റ്റ് ഒക്കെ പമ്പയിൽ വലിച്ചെറിയും, അത് ആറന്മുളയിൽ പോകും, ആറന്മുളയില് വള്ളംകളിയുടെ സമയത്ത് വെള്ളം കിട്ടില്ല എന്നൊക്കെ പറഞ്ഞുള്ള ഒരുപാട് പ്രചാരണമൊക്കെ അവർ നടത്തി. സമ്മേളനം അവിടെ നടക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യം. ഇതങ്ങോട്ട് കുറച്ചു നാളങ്ങ് നീണ്ടുപോയി. ഇപ്പോൾ പോലീസിന് അന്ന് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നു. ഞാൻ ഓർമ്മയുണ്ട്, അവിടെ പോയി ഇവര് ഡാമിന്റെ ഒരു ഭാഗം പൊളിക്കാൻ ഒരു ശ്രമം നടത്തിയത് പോലീസ് വളരെ കഷ്ടപ്പെട്ട് പിന്തിരിപ്പിച്ചപ്പോൾ അത് ലാത്തി ചാർജ് ആയി എന്ന് പറഞ്ഞ് ഒരു ദിവസം ഹർത്താൽ ഉണ്ടായിരുന്നു, ബന്ദ് ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം കുറെ ബഹളങ്ങളുണ്ടായി. പിന്നെ നേതാക്കന്മാർ എനിക്ക് തോന്നുന്നു രൂപപ്പെട്ട് വന്നത് ബി.ജെ.പിയുടെ ഇപ്പം നമ്മൾ അറിയുന്ന പല നേതാക്കന്മാരും ആ സമയത്ത് അവിടെ വന്ന് ഈ പ്രക്ഷോഭത്തിൽ പങ്ക് ചേർന്നിട്ടാണ് അവരുടെ പ്രസൻസ് സമൂഹത്തിനെ, രാജ്യത്തെയും നമ്മുടെ നാടിനെയും ഒക്കെ അറിയിച്ചിരുന്നത്, ഞങ്ങളിങ്ങനെ കുറെ ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞ്. അപ്പോൾ ഇതില് ന്യായം എന്ന് പറയുന്നത് തീരെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നില്ല. കാരണം ഈ മാരാമൺ കൺവെൻഷൻ കഴിയുമ്പോൾ പന്തലും സാധനങ്ങളും ഒക്കെ മാറ്റി കഴിയുമ്പോൾ പഴയ ഉണ്ടായിരുന്ന ആ തട്ട് തന്നെ അവിടെ നിലനിൽക്കുകയും ചെയ്യും. നദി വളരെ സുഗമമായി അതിൽ കൂടെ ഒഴുകി, അല്ലാതെ തന്നെ ഒഴുകുന്നുണ്ട്. ഒഴുക്ക് കുറവായിരുന്നു എന്നേ ഉള്ളൂ മഴയുടെ കുറവ് മൂലം. ജൂൺ മാസം ആകുമ്പോഴേക്കും നല്ല മഴ പെയ്യുമല്ലോ. ആ കാലവർഷത്തിന്റെ സമയത്ത് നല്ല ഒഴുക്കുണ്ടാവുകയും ചെയ്യും. ആറന്മുള വള്ളംകളി നടക്കുന്നത് ഓണത്തിന്റെ സമയത്താണ്, ഓഗസ്റ്റ് അവസാനം സെപ്റ്റംബർ ആ സമയത്താണ്. ആ സമയത്ത് നല്ല ഒഴുക്കായിരിക്കും ആറന്മുള നദിയിലൂടെ ഉണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ട് അതിനെ ഒരു കാരണവശാലും അത് തടസ്സപ്പെടുത്തിയിട്ടുമില്ല, തടസ്സപ്പെടുത്താൻ കാരണം ഒരു രീതിയുമില്ല. എന്നാലും ഇവരിവിടെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കുകയും ഒരു മാസത്തോളം ഇതിന്റെ പേരിൽ ഒരു കഷ്ടപ്പാട്, അതിനുശേഷം മാരാമൺ കൺവെൻഷൻ നടന്നു കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു അടുത്ത വർഷത്തേക്കുള്ള കൺവെൻഷൻ വരെ തടയാനായിട്ട് അവരുടെ ശ്രമം നിർബാധം നടന്നിരുന്നു. ഞാനിങ്ങനെ ബി.ജെ.പി നേതാക്കളുമായി, ഇവിടെയുള്ള VHP നേതാക്കളുമായി ചർച്ച ചെയ്യേണ്ടി വരികയും കളക്ടറുടെ നേതൃത്വത്തിൽ ഈ പാർട്ടിക്കാരെയും, ഈ ക്രിസ്തീയ മതവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ പൊതുവെ വളരെ വളരെ ഒതുങ്ങിയ സ്വഭാവമുള്ളവരാണ്. അവരെ വയലൻസിലൊന്നും വിശ്വസിക്കുന്നവരെ അല്ല. പൊതുവെ അവര് അടങ്ങിക്കൂടി സമാധാനം അന്തരീക്ഷം നിലനിർത്തി കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് പോലീസും കളക്ടറും ഒക്കെ പറഞ്ഞ എന്ത് സജഷൻസും അവര് അംഗീകരിക്കാൻ തയ്യാറായിരുന്നു. മേലധ്യക്ഷന്മാരൊക്കെ വന്നിട്ട് പറഞ്ഞു, എന്ത് പറഞ്ഞാലും ഞങ്ങളത് അനുസരിച്ചോളാം, അകത്തേക്ക് കയറ്റണമെന്നുണ്ടെങ്കിൽ കയറ്റാം, നദി മലിനമാക്കാതിരിക്കാനായിട്ട് ഞങ്ങൾ അവിടെ ചവറുകൊട്ടകൾ വെക്കാം, ഞങ്ങൾ എല്ലാവരോടും അത് പറയാം, അതുപോലെ ഒഴുക്കിനെ യാതൊരു വിധത്തിലും തടയാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെയുള്ള എല്ലാ കാര്യങ്ങൾക്കും അവർ അഗ്രി ചെയ്തു. പക്ഷേ മറുഭാഗത്ത് നിന്ന് തീവ്രമായിട്ടുള്ള റെസിസ്റ്റൻസ് ആണ് വന്നത്. അപ്പൊ അവർ ഒന്നിലും അഗ്രി ചെയ്യുന്നുണ്ടായിരുന്നില്ല. എപ്പോഴും പ്രശ്നം ഇങ്ങനെ നിലനിന്ന് പോകണം എന്നുള്ള ആഗ്രഹമുള്ളതുപോലെയായിരുന്നു അവരുടെ പെരുമാറ്റം. സാധാരണ മാരാമൺ കൺവെൻഷൻ നടക്കുമ്പോൾ അവിടെ പോലീസിന്റെ ഒരാവശ്യവും വേണ്ടി വരുന്നില്ല. അവിടെ എന്തെങ്കിലും ലോ ആൻഡ് ഓർഡർ പ്രശ്നം ഉണ്ടായതായിട്ട് ചരിത്രം പോലും പറഞ്ഞിട്ടില്ല. എപ്പോഴും അത് വളരെ സമാധാന അന്തരീക്ഷത്തിൽ നടക്കുന്നു. നാട്ടുകാരെല്ലാവരും ചേർന്ന് സഹകരിക്കുന്നു. ചുറ്റുമുള്ള എല്ലാ മതവിശ്വാസികളും കൂടെ ചേർന്ന് ഭക്ഷണം നൽകാനും അതിൽ പങ്കെടുക്കാനും ഒക്കെ ഉത്സാഹം കാണിക്കുന്നു എന്ന രീതിയിൽ നടന്നിരുന്ന ഒരു കൺവെൻഷൻ ആ ഒരു വർഷം അതൊരു വഷളാവുകയും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും, വാഹനങ്ങൾ തടയുകയും, ചില വാഹനങ്ങൾ കല്ലെറിയുകയും, ലൗഡ് സ്പീക്കറുകൾ മാറ്റാനുള്ള ഒരു പ്രശ്നം ഉണ്ടാവുകയും, അങ്ങനെ നിരന്തരം ഇങ്ങനെ കൺവെൻഷൻ നടന്ന ഒരാഴ്ച സമയം പോലീസ് വളരെയധികം മാനസിക സമ്മർദ്ദത്തിലും വളരെയധികം പോലീസിന്റെ സാന്നിധ്യം അവിടെ, ഞാൻ തന്നെ പല പ്രാവശ്യം അവിടെ പോയി നിൽക്കേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചില നേതാക്കന്മാർക്ക് രൂക്ഷമായിട്ട് സംസാരിക്കുന്നത് വളരെ താല്പര്യമുള്ള വിഷയമാണ്.
അപ്പോൾ ആ ഒരു സമയത്താണ് ഞാൻ ഈ BJPയുടെ ചില രാഷ്ട്രീയ നേതാക്കന്മാർ എന്നോട് വളരെ മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നതും എനിക്ക് അനുഭവപ്പെടേണ്ടി വന്നത്. തട്ടിക്കയറും, ഒന്നും പറയാനുള്ള കേൾക്കാനുള്ള ഒരു സമാധാനം കാണിക്കാതെ നമ്മുടെ മേലിൽ തട്ടിക്കയറും, ചാടിക്കയറും, കടിക്കാൻ വരും. അങ്ങനെയൊക്കെയുള്ള ഒരു രീതി അവരിൽ പലരും അവലംബിച്ചിരുന്നത് കുറച്ചൊന്നും അല്ല ഞങ്ങളെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ചെറിയ ഒരു വിട്ടുവീഴ്ച മനോഭാവം കാണിച്ചിരുന്നെങ്കിൽ സമാധാന അന്തരീക്ഷം നിലനിൽക്കാൻ സാധ്യമായിരുന്ന ഒരു സ്ഥലത്ത് വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കിയതായിട്ട് എനിക്ക് പിന്നീട് ആലോചിക്കുമ്പോൾ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇത് പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസവും കൂടെ കഴിഞ്ഞ ശേഷം അതങ്ങ് നിന്നു. ആറന്മുള വള്ളംകളി വളരെ നല്ലതായിട്ടുള്ള രീതിയിൽ നടന്നു. 98 അടുത്ത വർഷം ചെറുതായിട്ടുള്ള രീതിയിൽ ഒരു പ്രശ്നം അനുഭവിക്കേണ്ടി വന്നു മാരാമണിൽ വെച്ചിട്ട്. പക്ഷെ ഇപ്പൊ ഒന്നുമില്ല, ഇപ്പോഴും അതേ തിട്ടയിൽ വെച്ചിട്ട് വർഷങ്ങളോളം മാരാമൺ കൺവെൻഷൻ അതിന് ശേഷം പിന്നീട് ഇപ്പോഴും നടത്തുന്നുണ്ട്. ആർക്കും ഒരു പ്രതിഷേധവും ഇല്ല, ഒരു പ്രശ്നവും ഇല്ല, അതങ്ങ് നടന്നു പോകുന്നുണ്ട്. പക്ഷെ ആ ഒരു വർഷം എനിക്ക് തോന്നുന്നു എന്തോ കാരണം കൊണ്ട് അവർക്ക് ഇതിലൊരു മൈലേജ് വേണമായിരുന്നു. ഇപ്പം എൻ്റെ മനസ്സിൽ പലപ്പോഴും തോന്നാറുള്ളത് മതപരമായിട്ടുള്ള ഒരു സ്പർദ്ധ മനഃപൂർവ്വം വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നതിൻ്റെ പിന്നിലും പ്രേരക ശക്തികളുണ്ടെന്നാണ്. എവിടെയെങ്കിലും ഏതെങ്കിലും സ്ഥലത്ത് ഒരു പ്രശ്നം മനഃപൂർവ്വം ഉണ്ടാക്കുന്നത് ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു മൈലേജിന് വേണ്ടിയിട്ടാണോ, അതോ ഒരു നേതാക്കന്മാർക്ക് കുറച്ച് നാളത്തേക്ക് ഒരു പ്രശസ്തി കിട്ടാൻ വേണ്ടിയിട്ടാണോ, അവർക്ക് പൊങ്ങി വരാൻ വേണ്ടിയുള്ള ഒരു വേദി ഒരുക്കാനാണോ, അതോ ഒരു പാർട്ടിയുടെ പ്രസക്തി ഇത്രയും ഉണ്ട്, ഞങ്ങൾ ഇത്രയും ചെയ്യുന്നുണ്ട് എന്ന് തോന്നിക്കാനാണോ? ഹിന്ദുക്കളുടെ അവകാശം എന്ന് പറഞ്ഞാണല്ലോ തുടങ്ങുന്നത് ഇതൊക്കെ. പക്ഷെ അത് ഹിന്ദുക്കളുടെ അവകാശം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അന്ന് എനിക്ക് മനസ്സിൽ തോന്നിയിട്ടുണ്ട്. സസ്നേഹം, ശ്രീലേഖ.